പഠിക്കാം. വ്യഞ്ജനാക്ഷരം ഛ, ഞ. ഛ ചേർന്ന് വരുന്ന വാക്കുകൾ: ഛഷം, ഛഷം. ഝാൻസി റാണി, ഝാൻസി റാണി. Friends, if you like this video, please like, share and subscribe. By subscribing, press bell button also. ഞാ ചേർന്ന് വരുന്ന ചില വാക്കുകൾ: ഞണ്ട്, ഞണ്ട്. ഞവരയില, ഞവരയില. ഞാറ്, ഞാറ്. Friends, if you like this video, please like, share and subscribe. By subscribing, press bell button also. അപ്പോൾ ഇച്ഛ എന്ന അക്ഷരം നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ ഇച്ഛ എന്ന അക്ഷരം എഴുതാൻ നമ്മൾ നേരത്തെ താ പഠിച്ചിട്ടുണ്ടല്ലോ. താ എന്ന അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം താ എന്ന അക്ഷരം എഴുതണം. ഇതുപോലെ താ എന്ന അക്ഷരം എഴുതി അതിനുശേഷം അതിൻ്റെ അറ്റത്തു നിന്നും വളച്ച് മുകളിലേക്ക് ഒരു സ്റ്റാൻഡിങ് ലൈൻ പോലെ മുകളിലേക്ക് വരച്ചു. വീണ്ടും അവിടെ നിന്ന് താഴേക്ക് വന്നിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ ഒരു സ്റ്റാൻഡിങ് ലൈൻ പോലെ വരച്ചു. അപ്പം ഇതാണ് ഇച്ഛ എന്ന് പറയുന്ന അക്ഷരം. എങ്ങനെയാണ്? ആദ്യം താഴെഴുതി, പിന്നെ അതിൻ്റെ അറ്റത്ത് നിന്നും മുകളിലേക്ക് ഒരു സ്റ്റാൻഡിങ് ലൈൻ പോലെ വരച്ചു. വീണ്ടും താഴേക്ക് വന്നിട്ട് വീണ്ടും വളച്ചൊരു സ്റ്റാൻഡിങ് ലൈൻ പോലെ വരച്ചു. അപ്പോൾ ഇതാണ് ഇച്ഛ. ഇച്ഛ വെച്ച് വരുന്ന വാക്കുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ലോ. ഝാൻസി റാണി, ഛഷം. അപ്പോൾ ഇനി നമുക്ക് ഞാ എന്ന അക്ഷരം എഴുതാം. അപ്പോൾ ഞാ എന്ന അക്ഷരം എഴുതാൻ ആദ്യം നമ്മളൊരു സീറോ വരയ്ക്കണം. ഒരു ചെറിയൊരു സീറോ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് റാ വരച്ചു. പിന്നീട് താ വരച്ചു. കണ്ടില്ലേ? ഇതാണ് ഞാ എന്ന് പറയുന്ന അക്ഷരം. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ആദ്യം ഒരു ചെറിയ ഒരു സീറോ വരച്ചു, പിന്നെ അതിൻ്റെ മുകളിലൂടെ റാ വരച്ചു, പിന്നെ താ എന്ന അക്ഷരം എഴുതി ചേർത്തു. അപ്പോൾ ഇതാണ് ഞാ എന്ന് പറയുന്ന അക്ഷരം. ഞാ വെച്ചുള്ള വാക്കുകളൊക്കെ കുഞ്ഞുങ്ങൾ പഠിച്ചല്ലോ. ഞാറ്, ഞവര, ഇതൊക്കെയാണ്. Friends, if you like this video, please like, share and subscribe. By subscribing, press bell button also. Thank you.